നമസ്കാരം. കരിക പ്ലസിലേക്ക് സ്വാഗതം. ചിതറ ഗവൺമെന്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ജീവനക്കാരോ രജിസ്ട്രാറോ ഇല്ലാതായിട്ട് മാസങ്ങളായി. ചിറയിലെ ആധാരമെഴുത്തുകാരും പൊതുജനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക്. നമസ്കാരം. കരിക പ്ലസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് ചിതറ സബ് രജിസ്ട്രാർ ഓഫീസാണ്. ഇവിടെ കഴിഞ്ഞ 3 മാസമായിട്ട് സബ് രജിസ്ട്രാർ ഇല്ല, അതുപോലെ സ്റ്റാഫുകളില്ല. 8ഓളം ആധാരമെഴുത്ത് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് ചിതറ. അപ്പോൾ ഓരോ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനും ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് അവർ ഞങ്ങളുമായി പങ്കുവയ്ക്കും. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോവാം. നമസ്കാരം. ഇതെല്ലാം ചിതറയിലെ ആധാരമെഴുത്തുകാരാണ്. ഇവിടെ 3 മാസത്തിന് മുമ്പ് ബൈജു എന്നു പേരുള്ള ഒരു സബ് രജിസ്ട്രാർ ഇവിടുന്ന് പോയതിനു ശേഷം നമുക്ക് ഒരു സബ് രജിസ്ട്രാർ ഇവിടെ കിട്ടിയിട്ടില്ല. കരുനാഗപ്പള്ളിയിലുള്ള ഒരു സബ് രജിസ്ട്രാറാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം കുളത്തൂപ്പുഴയിൽ നിന്ന് നേരെ ഇവിടത്തേക്കാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത്. ഈ 3 മാസത്തിന് അകം വെച്ച് 2-3 പ്രാവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. പകരം ഇവിടെ വന്നിട്ടുള്ള ഒരു UD അടക്കം 2 പുതിയ സ്റ്റാഫുകളാണ്. അവർക്ക് ഈ മേഖലയെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. സിപായിമാരും പുതിയ ആൾക്കാരാണ്. പിന്നെ വളരെ ദൂരെയുള്ള ഒരു സബ് രജിസ്ട്രാറാണ് ഇവിടെ HSE ആണ് ഇവിടെ ചാർജ് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. മൊത്തത്തിൽ ഓരോ ആധാരങ്ങൾ പതിക്കുന്നതിനും ഒന്നിലധികം ആധാരങ്ങളൊക്കെ വന്നാൽ അത് സമയത്ത് നടക്കുന്നില്ല. ജനങ്ങൾക്ക് കഴിഞ്ഞ 2-3 മാസക്കാലം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും ക്ലേശവും ഈ ആഫീസ് മുഖേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ കസേരകളാണ് മിക്കവാറും കാണുന്നത്. ഈ പറയുന്ന നിലയിലാണ് ഇവിടുത്തെ 2-3 മാസം കൊണ്ടുള്ള പോക്ക്. ബന്ധപ്പെട്ട ഓഫീസുകളിലും ഗവൺമെന്റ് തലത്തിലും ഒക്കെ കൊടുത്തിട്ടും അതിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 3 മാസമായി ഇവിടെ സബ് രജിസ്ട്രാർ എന്ന് പറയുന്ന ജീവനക്കാരൻ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഹാജരാകാത്ത ഒരവസ്ഥയുണ്ട്. രജിസ്ട്രാർ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്തുകൊണ്ട് തന്നെയാണ് മറ്റെവിടെയും ഏത് ഡിപ്പാർട്ട്മെന്റിലും എന്ന പോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഗവൺമെന്റ് തലത്തിൽ തന്നെ സംവിധാനം നിലനിൽക്കുന്നത്. പക്ഷെ തൊട്ടുതാഴെയുള്ള ജീവനക്കാരാകുമ്പോൾ സ്വാഭാവികമായി സബ് രജിസ്ട്രാറുടെ ചുമതല നിർവഹിക്കേണ്ടി വരുമ്പോൾ എഴുതിക്കൊണ്ടുവരുന്ന ആധാരം ഓരോ വാക്കുകളും പരിശോധിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്തൊക്കെ 10 മിനിറ്റ് കൊണ്ട് തീരേണ്ടുന്ന ഒരു പ്രോസസ്സ് 1.5 മണിക്കൂർ നീണ്ടുപോകുന്ന ഒരവസ്ഥയും, നിസ്സാരമായ കുറവുകൾക്കും പിശകുകൾക്കും ആധാരം പതിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്.